അച്യുതമേനോൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണകാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് വരാൻ സാധ്യതയുള്ളത് വി ഡി സതീശനാണ്. ഈ കള്ളന്മാരെല്ലാം കൂടെ ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവർ ഇതിനെ റിവ്യൂ ചെയ്യും. ലോകായുക്ത എടുത്ത സംഗതി ശരിയാണോ തെറ്റാണോ, അത് നിയമസഭയിലാണെന്നേ ഉള്ളൂ, നിയമസഭയിലെ കമ്മിറ്റി ആണെന്നേ ഉള്ളൂ. IAS IPS സ്ഥലങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ തന്നെ ഒരു ബോർഡ് ഉണ്ടാക്കി വെക്കും. ദർബാർ ഹാളിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പേ അയാൾ പോയി മറ്റേ കസേറ്റിലാണ് ഇരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അതേ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും എല്ലാം ലാസ്റ്റ് പേ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. സെക്രട്ടേറിയറ്റിനെ പ്രധാന വകുപ്പാക്കി നിർത്തിക്കൊണ്ട് ഈ എല്ലാ വകുപ്പുകളെയും അതുമായി ബന്ധിപ്പിച്ച് ഒറ്റ സ്ട്രീമിൽ കൊണ്ടുവരിക. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പോലെ മിനിസ്ട്രികളാക്കുക. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ. അതായത് നമ്മുടെ സർക്കാരിൻ്റെ പണം ഊറ്റിക്കുടിക്കുന്ന, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഒട്ടേറെ ഓഫീസുകൾ റദ്ദാക്കും. അത് മറ്റു പലതുമായി കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകും. അതായത് വെള്ളാനകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ വി ഡി സതീശനും കൂട്ടരും തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൂടെ 10,000 കോടിയുടെ ലാഭം, അമിത വ്യയം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ ഭാരം ഒട്ടേറെ കുറയും. ഈ പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനപ്പുറവും ഒക്കെ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കാൻ സാധിക്കട്ടെ. ഇതിൻ്റെ വിവിധ വശങ്ങൾ നമുക്കിന്ന് വിലയിരുത്താം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഉള്ള ഭരണപരിഷ്കാരമാണ് നടത്താൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതായത് വെള്ളാനകളെ ഔട്ടാക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ പണം തിന്ന് കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഓഫീസുകൾ ഉണ്ട് ഇത്തരത്തിൽ എന്നാണ് പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? വെള്ളാനകൾ എന്ന് പണ്ട് മുതലേ പറയുന്ന ഒരു ശീലമാണ്. അതെ, അതായത് യാതൊരു പ്രയോജനവും ഇല്ലാതെ വെറും ആലങ്കാരികമായി വെച്ചിരിക്കുന്ന കുറേ സ്ഥാനങ്ങൾ, അവ ഗുണമില്ലെന്ന് മാത്രമല്ല വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നതും കൂടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എല്ലാ വിധത്തിലും ദോഷം വരുത്തുന്ന, നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന, ഖജനാവിനെ കൊള്ളയടിക്കുന്ന ഒരുപാട് ആശാന്മാരിങ്ങനെ വന്നു നിൽക്കുക വെള്ളാനകളായിട്ട്. അപ്പോൾ ഇതിനെ എഴുന്നള്ളിക്കാൻ കൊള്ളില്ല, ഇതിനെ കൊണ്ട് തടി പിടിപ്പിക്കാൻ കൊള്ളില്ല, ഇതിനെ കൊണ്ട് പിള്ളേരെ കാണിക്കാൻ കൊള്ളില്ല. ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ സാധനങ്ങളിങ്ങനെ വെള്ളാനകളായിട്ട് ചെവി ആട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം ഇതിനെ ഉടച്ചു പാർക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതെ അതെ. ഇത് വി ഡി സതീശൻ എടുത്ത ഏറ്റവും ഉത്തമമായ നടപടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ വകുപ്പിന് കീഴിലും ഒട്ടേറെ ഉപസ്ഥാപനങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ആ സ്ഥാപനങ്ങളാണ് ഒട്ടേറെയും നമുക്കതൊക്കെ ഒഴിവാക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും സംസ്ഥാന തലത്തിലുള്ള ഓഫീസ് ഉണ്ടാകും, ജില്ലാ തലത്തിലുള്ള ഓഫീസും ഉണ്ടാകും തോന്നുന്നു. അതെ, അതുപോലെ പ്രാദേശിക ഓഫീസും ഉണ്ടാകണം തീർച്ചയായിട്ടും ഒട്ടുമിക്കതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫീസുകൾ എന്തിന്? ഈ കമ്പ്യൂട്ടർവൽക്കരണം ഒക്കെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ, ഈ യുഗത്തിൽ നമുക്ക് ഇത്രയും ഓഫീസ് വേണമോ, ഇത്രയും ജീവനക്കാരെ എന്തിന് നമുക്ക് എന്നൊരു ചോദ്യമാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. അത് വാസ്തവമാണോ? അതോ ഇതൊക്കെ തന്നെ നിർത്തലാക്കിയാൽ കുറേയേറെ വർക്കെങ്കിലും പെൻഡിങ് ആയി പോകുമോ? ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, കുറേയേറെ വർക്കുകൾ വേഗത്തിൽ നടക്കും. ആളേറെ ആയാൽ പാമ്പ് ചാവില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ? അതെ, 10-25 പേര് ചേർന്ന് ഒരു പാമ്പിനെ അടിക്കാൻ പോയാൽ ഇവരുടെ തള്ളുകാരനിടെ പാമ്പ് കാലിൻ്റെ ഇടയിൽ കൂടെ പോവുകയും ചിലപ്പം ഈ പോകുന്ന വഴിക്ക് പലരെയും കടിക്കുകയും കൂടെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് വെള്ളാനകൾ കൂടിപ്പോയാലുള്ള പ്രശ്നം. അപ്പോൾ പൊതുജനത്തിന് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറയാം. ഇത് 2025 സർക്കാർ ഡയറിയാണ്. ഓക്കെ, പിണറായി വിജയൻ സർക്കാർ പോകുന്നതിന് മുമ്പുള്ള അധികാരത്തിലിരുന്ന ആൾക്കാരുടെ ഡയറിയാണിത്. അവരുടെ പേര് ഉൾപ്പെടുന്നതാണ്. ഏതാണ്ട് ഈ ഡയറിയുടെ പകുതി പേജ് ഉദ്യോഗസ്ഥന്മാരുടെ പേരും ഫോൺ നമ്പരും മാത്രമാണ്. മുഖ്യമന്ത്രി മുതൽ തുടങ്ങി വകുപ്പ് മന്ത്രിമാര്, കമ്മീഷനുകൾ, ബോർഡുകൾ, ട്രിബ്യൂണലുകൾ, കോപ്പറേറ്റീവ് ഓഫീസുകൾ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ദേവസ്വം ബോർഡ് തുടങ്ങി നമ്മുടെ ഓരോരോ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് അവസാനിക്കുന്നത് ഏതാണ്ട് പകുതി പേജ്. ഇതിന്റെ പകുതി മാത്രമേ ഇനി എഴുതാനുള്ളൂ. ബാക്കി പകുതി പേജ് ആളുകളുടെ പേര് മാത്രം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടുത്തെ പ്രഗത്ഭനായ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന വി രാമേന്ദ്രൻ സാറിനോട്, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനുമായിരുന്നു, അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, സർ ഇത്രയും വകുപ്പുകൾ ഇതെല്ലാം മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? തോറ്റു പോകുന്ന MLA-മാർ അല്ലെങ്കിൽ MLA ആകാൻ നിന്ന് തോറ്റു പോകുന്നവർക്ക് വേണ്ടി ഉടൻ തന്നെ 140 വകുപ്പുണ്ടാക്കി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ബോർഡ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അവരെല്ലാം പിടിച്ച് അതിനകത്ത് ഇരുത്തും. ഈ അടുത്ത സർക്കാർ വരുമ്പം അവിടെയും തോറ്റുപോയത് ഭരണകക്ഷിയുടെ ആൾക്കാർ കാണും.
100 150 അല്ലെങ്കിൽ പിന്നെ 100 50 ചിലപ്പോൾ 20 എത്രയാണെന്ന് വെച്ചാൽ ആ പ്രധാനപ്പെട്ട ആൾക്ക് വീണ്ടും ഒരു പിന്നെ ബോർഡോ കോർപ്പറേഷനോ ഉണ്ടാക്കും. ഇങ്ങനെ കൂടിയാണ് താങ്കൾ പറഞ്ഞ 591 അല്ല, അതിനേക്കാൾ കൂടുതൽ ബോർഡുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും പിന്നെ കമ്മീഷനുകളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 കാര്യങ്ങൾ വി.ഡി. സതീശൻ സർക്കാർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം. ഒന്ന്, ആസ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ സ്വത്ത് എവിടെ കിടക്കണമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. അതിന് ഒരു പോർട്ടൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ സർക്കാരിൻ്റെ ഇത് സാധനം ഉണ്ടാക്കുന്നത് മാത്രമല്ല, എല്ലാവരും തറക്കല്ലിടയിൽ മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടായോ എന്ന് പോലും പല മന്ത്രിമാരും നോക്കാറില്ല. അവസാനം ഇതെങ്ങനെ ഉണ്ടായി നാട മുറിച്ചാലും നാട മുറിച്ചോടുകൂടി തീർന്നു. പിന്നെ അതിന് മെയിൻ്റെനൻസ് ഇല്ല. സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ടല്ലേ, എല്ലായിടത്തും മെയിൻ്റെനൻസ് ഇല്ലാതെ അനാഥാലയം പോലെ ഭ്രാന്താലയം പോലെ കിടക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം ഇത് പോർട്ടലുണ്ടെങ്കിൽ ആദ്യം എത്ര അസറ്റ് ഉണ്ടെന്ന് നോക്കാം, ഇത് ആര് മെയിൻറ്റെയിൻ ചെയ്തെന്ന് നോക്കാം, ഇത് നേരെ നിലനിർത്തുന്ന നോക്കാം, ആവശ്യമില്ലാത്തത് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും കൊടുക്കാം. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ പലതും വാടകയ്ക്ക് താമസിക്കുകയാണ്. പക്ഷേ സർക്കാരിന് ആസ്തി കിടക്കുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ എത്രയോ സ്ഥാപനങ്ങൾ കിടക്കുന്നു. അതെ, ഇപ്പോൾ പിന്നെ KSRTC തന്നെ എത്രയോ സ്ഥാപനങ്ങൾ വെറുതെ കിടക്കുന്നു. തമ്പാനൂർ ഒരു വലിയ സാധനം ഉണ്ടാക്കിയിട്ടില്ലേ, അതെ, അതൊക്കെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആക്കിയിട്ടിരിക്കുകയാണ്. യാതൊരു വരുമാനവും സർക്കാരിന് നേരെ നിന്ന് കിട്ടാത്ത, ആ മുടക്കിയ കാശ് വെച്ച് നോക്കുമ്പോൾ ഒരു വരുമാനവും കിട്ടാത്ത വിധത്തിലുള്ള സ്ഥാപനങ്ങളാണ് കേരളം ഒട്ടാകെ. ഇതുപോലെ ഓരോ വകുപ്പും ഓരോ കോർപ്പറേഷൻ 65ഓളം പ്രധാന വകുപ്പുകൾ, അതിൻ്റെ ബോർഡുകൾ, കോർപ്പറേഷനുകൾ എല്ലാം ചേർന്ന് വെച്ചിരിക്കുന്നു. അതെ, ഇതിപ്പോൾ കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളമുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നവകേരളം കർമ്മ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഉള്ള. അതിനകത്ത് ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, കോർഡിനേറ്റർ ഉണ്ട്, ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ്, അതിനോടൊപ്പം തന്നെ ആർദ്രം മിഷൻ. ഈ നവകേരളം കർമ്മ പദ്ധതി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം ഇതിനകത്ത് ഓരോ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചെയ്താൽ മാത്രം പോരെ. ഇനി റീബിൽഡ് കേരള. അതെ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ, ലൈഫ് മിഷൻ, വിദ്യാകിരണം, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, മലയാളം മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഓക്കെ, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ്പ്, ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാ കൾച്ചർ കേരള, അഡാക്ക്, അതുപോലെ തന്നെ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി, അനർട്ട്, ഭാരത് ഭവൻ, അതുപോലെ ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ സാംസ്കാരിക വകുപ്പിന്റെ വീടാണ് ഭാരത് ഭവനൊക്കെ. സാംസ്കാരിക വകുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇരിക്കുക, വീണ്ടും അതിനകത്ത് വേറെ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നല്ല, ഇതുപോലത്തെ നിരവധി. അതെ, അതെ, ഫോക്ക് ലോർ അക്കാദമി, സാഹിത്യ അക്കാദമി, പിന്നെ ലളിത അക്കാദമികളുടെ ഒരു ബഹളം തന്നെയുണ്ട്. ഞാൻ വായിച്ച ഓരോന്നിനും എന്താണ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്. അതുപോലെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് ഓരോന്നിനും. അവർക്കൊക്കെ ഭാരിച്ച ശമ്പളമാണല്ലോ കൊടുക്കുന്നത്. ഈ പേരൊക്കെ ഞാനിങ്ങനെ ഈസി ആയിട്ട് വായിച്ചു പോയി. അപ്പോൾ ഇതിനകത്ത് ഒട്ടേറെ പേർ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാം ചീഫ് സെക്രട്ടറിയുടെ ഈക്വലന്റ് സാലറിയാണ്. കാരണം ചീഫ് സെക്രട്ടറിയുടെ അടുപ്പിച്ച് സാലറി ആകുമ്പോഴാണ് ഇവർ റിട്ടയർ ചെയ്യുന്നത്, ഏത് IAS കാരനും. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അതേ സാലറി കൊടുത്തിട്ട് വീണ്ടും പുനർ നിയമനം കൊടുക്കുകയാണ്. ഇവിടെ PSCയിൽ പിയൂണായിട്ടും ക്ലർക്കായിട്ടും പോലും നമ്മൾ ആരെയും എടുക്കുന്നില്ല. മാക്സിമം പിന്നെ 16,000 മുതൽ 20,000 വരെ പിന്നെ വേക്കൻസികൾ സാധാരണയിൽ റിപ്പോർട്ട് ചെയ്ത് എടുക്കാറുള്ളൂ ഇപ്പോൾ ഈ അടുത്ത കാലം. പക്ഷേ 21 പേര് പിന്നെ അവിടെ വെള്ളാനകൾ വേറെ ഇരിപ്പുണ്ട്, PSC ചെയർമാനും മെമ്പർമാരായിട്ട്. അല്ല, ചിലതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നാറുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവർ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാമായിരുന്നു. ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ, BPT, പബ്ലിക് സെക്ടർ എത്രത്തോളം ട്രാൻസ്ഫോംഡ് ആയി എന്ന് നമുക്ക്. കേരള മാത്രം മതിയല്ലോ, ബിൽഡ് ചെയ്തെങ്കിലും പൊക്കാവല്ലോ എത്ര എണ്ണത്തിന്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ഓർഫനേജസ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് കേരള, അങ്ങനെയും ഉണ്ട്. സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള എന്നുള്ളൊരു സംഭവമുണ്ട്. പിള്ളേരെ അച്ഛനും അമ്മയും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ധാരാളം നടത്തുന്നുണ്ട്. ഇനി ഇവരുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്തിനാണെന്ന് എനിക്കറിയില്ല. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, CDIT, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, CDS. ഈ CDIT നിൽക്കവെയാണ് നമ്മൾ ഇമേജിംഗ് ടെക്നോളജിയുടെ എല്ലാം പിന്നെ വേറെ പലർക്കും സബ് ഏജൻസികളും ഓരോ ഡിപ്പാർട്ട്മെന്റിന് സ്വന്തം ഏജൻസികളുമായിട്ട് കൊടുക്കുന്നത്. അതെ, അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. 200 കോടി രൂപ സർക്കാരിന്റെ പരസ്യത്തിന് മാത്രം കഴിഞ്ഞ തവണ 200 ചില്ലാനം കോടി രൂപ കൊടുത്തത് ഇതിനെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ്. അതെ, അതുപോലെ തന്നെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഉള്ളപ്പോഴാണ് സ്റ്റഡീസ് ആണെങ്കിൽ ഒരു ഗുണമുണ്ടല്ലോ, ഇവർക്ക് റിസൾട്ട് ഒന്നും കാണിക്കണ്ട, സ്റ്റഡി ചെയ്താൽ പഠിച്ചുകൊണ്ടിരുന്നാൽ ചോദിച്ചു പോകാന്ന് പറഞ്ഞാലേ പഠിച്ച് ഇങ്ങനെ ഞങ്ങൾ പോവാണെന്ന് പറയാം. അതുപോലെ തന്നെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, എത്രത്തോളം മാനേജ്മെന്റിൽ എഫിഷ്യൻസി അവർ കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല.
സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം നമ്മളെ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെന്റർ ഫോർ സയൻസ് ആൻഡ് സർവീസിനകത്തുള്ളവരെ ടെക്നോളജി, സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. അങ്ങനെ ഓൺടർപ്രണർഷിപ്പ് വായിച്ചാൽ ഇന്ന് ഈ episode ടോപ്പിക് പോയിന്റ് തീർക്കാൻ കഴിയില്ല, പറ്റില്ല. തീർക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടില്ല സാർ. ഇത് ഞാൻ ഇത് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ഉള്ളതാണ്. ഈ പൊതുമേഖല വേറെ കിടക്കുന്നേ ഉള്ളൂ. മറ്റ് പിന്നെ ഉപസ്ഥാപനങ്ങൾ, കൊമേഴ്ഷ്യൽ, നോൺ കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വേറെ വരുന്നത്. പിന്നെ ലോകായുക്ത പോലുള്ള പല്ലും നഖവും പോയൊരു സാധനമാണ് ലോകായുക്ത. ലോകായുക്ത ശിക്ഷിച്ചാൽ ഈ പിന്നെ ഒരു കോടതി കള്ളനെ ശിക്ഷിച്ചെന്ന് വിചാരിച്ചോ, എന്നിട്ട് കള്ളന്മാർ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി നിശ്ചയിക്കും ഈ കള്ളൻ ഈ പിന്നെ ലോകായുക്ത തീരുമാനിച്ചത് ശരിയാണോ തെറ്റാണോ. മനസ്സിലായില്ലേ? അല്ല, ലോകായുക്തയ്ക്ക് എന്താണ് പല്ലും നഖവും ഉണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നു. പറിച്ചു കളഞ്ഞതാണ് അത് കഴിഞ്ഞ പറിച്ച് സർക്കാർ, കളഞ്ഞതാണ്. പിണറായി സർക്കാർ പറിച്ചു കളഞ്ഞതാണ്. പറിച്ച് കളഞ്ഞതാണ്. അവരുടെ ഒരു മന്ത്രിക്ക് സ്ഥാനം അവരുടെ ഒരു നഷ്ടമായ റഫറൻസ് വന്നാൽ മന്ത്രി രാജിവെക്കണം എന്ന് ഉണ്ടായിരുന്ന. അതെ. പോട്ടെ, അത് വേണ്ട. മന്ത്രി രാജിവെച്ചില്ലെങ്കിലും അവർക്ക് എതിരെ ആ ബോർഡിന് നടപടിയെടുക്കാമെന്നെങ്കിലും വെക്കണ്ടേ ആ ഒരു ലോകായുക്തക്ക്. ഇപ്പൊ അതില്ല. ഇപ്പൊ ഞാനാ പറഞ്ഞേ, ഇയാൾ കള്ളനാണെന്ന് പറഞ്ഞ് ലോകായുക്ത ശിക്ഷിക്കുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ കള്ളന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവര് ഇതിന് റിവ്യൂ ചെയ്യും. ലോകായുക്ത എടുത്ത സംഗതി ശരിയാണോ തെറ്റാണോ, അത് നിയമസഭയിലാണെന്നേ ഉള്ളൂ, നിയമസഭയിലെ കമ്മിറ്റി ആണെന്നേ ഉള്ളൂ. അവർ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് ഇതിൽ ഈ മന്ത്രിക്ക് അപാകതയൊന്നും കാണുന്നില്ലല്ലോ ലോകായുക്ത എന്ന് പറഞ്ഞാൽ തീർന്നു. അതോടെ ലോകായുക്തയുടെ വിധി പിന്നെ എന്തിനാണ് നമ്മൾ ലോകായുക്ത പോകുന്നത്? ആ സാധനം എത്ര വണ്ടിയാണെന്ന് അറിയാമോ? ലോകായുക്ത ലോകായുക്ത എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടികൾ മാത്രം നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആ പിന്നെ വികാസ് ഭവനിൽ കിടക്കുന്ന വണ്ടികൾ മാത്രം നോക്കിയാൽ. അതാണ് സാർ, ഈ ഓരോ ഓഫീസും ബോർഡും സ്റ്റാഫും എല്ലാമായിട്ട്. അതെ, ഇത്രയും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകണം. അതിന്റെ കറണ്ട് ചെലവുണ്ട്, നടത്തിപ്പ് ചെലവ്, മറ്റു കാര്യങ്ങളുണ്ട്, മിസ്ലേനിയസ് ചെലവുകളുണ്ട്. ആ ജഡ്ജിമാരാണ് ഹൈക്കോർട്ട്, ഈ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ വാഹനങ്ങൾ വേണം. ജഡ്ജിയുടെ അതേ സ്റ്റാറ്റസിലുള്ളവർ, അത് അവിടുന്ന് റിട്ടയർ ചെയ്തവരെയാണ് ഈ ലോകായുക്ത ഉപലോകായുക്തയായിട്ട് വെക്കുന്നത്. അവരുടെ സാലറി എത്രയാണ്, അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ എന്തെല്ലാം കൊടുക്കണം, പോലീസ് പ്രൊട്ടക്ഷൻ, ഇത് വാഹനം എല്ലാം കൊടുത്ത് ഇങ്ങനെ നിലനിർത്തിയിരിക്കുക. എന്നിട്ട് അവരിറക്കുന്ന ഉത്തരവിനെ കള്ളൻ കമ്മിറ്റി പരിശോധിക്കും. എങ്ങനെ ഇരിക്കുന്നു? ഇതാണ്. എന്നിട്ട് നമുക്കിനി ഈ ലോകായുക്തയിൽ 4 വർഷം 5 വർഷം എന്നൊരു വിധി വാങ്ങിച്ചാൽ ഈ വിധി പിന്നെ നടപ്പിലാക്കണമെങ്കിൽ ഹൈക്കോടതി പോകണം. ഇവരിത് തെറ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഹൈക്കോടതി പോകണം. ഇത് നേരിട്ട് ഹൈക്കോടതി പോകാൻ വെച്ചാൽ ഈ ലോകായുക്തയിലേക്ക് നമുക്ക് നേരിട്ട് അങ്ങ് കയറി പോയായിരുന്നു. ഈ വിധത്തിലാണ് ഓരോ സാധനവും. കൃഷി വകുപ്പിൽ ഏതാണ്ട് 200ഓളം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ബോർഡുകൾ, കോർപ്പറേഷനുകൾ, കോഓപ്പറേറ്റീവ് സെക്ടർ സ്ഥാപനങ്ങൾ എല്ലാം ആയിട്ട് 200ഓളം കൃഷി സ്ഥാപനങ്ങളുണ്ട്. ഇതിന് പുറമെ കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തി ഓരോ പഞ്ചായത്തിലും കൃഷി ഓഫീസുണ്ട്. അപ്പോൾ 1200ഓളം കൃഷി ഓഫീസർമാർ തന്നെയുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു വാഴയും തെങ്ങും പോലും കിളുക്കാത്ത കാര്യമായി മണ്ടിരി വന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ കൃഷി പോകുന്നത്. കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ കർഷകൻ ഒളിച്ചോടുന്നു, അല്ലെങ്കിൽ കർഷകൻ വേറെ എന്തെങ്കിലും പണി ചെയ്യാനായിട്ട് പോകുന്നു. ഈ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, ഇപ്പോൾ കൃഷി ചെയ്യാത്ത ഭൂമിയാണ് കൂടുതലുള്ളത്. കൃഷി ചെയ്യാത്ത എത്രയോ ഭൂമി കിടക്കുന്നത്. അത് ഇവരെ കൊണ്ട് ഏർപ്പെടുത്തിയാൽ മതി. അതെ, ഈ അഗ്രികൾച്ചർ ഓഫീസർമാരോട് പറഞ്ഞാൽ മതി. ഇതൊന്നും വേണ്ട. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷി ഓഫീസർ ഒന്നുമില്ല, അതിനൊരു ഏജൻസി, സർക്കാർ ഫണ്ട് കൊടുക്കും. അവരുടെ ജോലിയാണ് ഈ ഇപ്പോൾ കുട്ടനാട് പോയി അവിടുത്തെ വയലുകളിൽ മുഴുവൻ കൃഷി നടപ്പാക്കുന്നു. അതിന് വേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നു, അവരെ യോജിപ്പിച്ച് നിർത്തുന്നു, അവർക്ക് വേണ്ട ട്രാക്ടർ മറ്റു സാധനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഇവരാണ് അവരെ പുഷ് ചെയ്ത് അവിടെ കൃഷി നടത്തേണ്ടത്. കൃഷി നടത്തിയില്ലെങ്കിൽ അവന് പൈസയും കൊടുക്കില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കൃഷിക്ക് ഒരു കൃഷി ഡിപ്പാർട്ട്മെന്റ് വേണ്ട, ഇത്തരത്തിലൊരു ഏജൻസി, എക്സ്പേർട്ട് ഏജൻസിയെ കൊടുത്ത്. പക്ഷേ ഏജൻസി പണം അടിക്കാനുള്ളതാണെങ്കിൽ പോയി. ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ്പേർട്ട് ഏജൻസിയെ ഏൽപ്പിക്കും, അവരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിൽ വരും, ഊരാലിങ്കലായിട്ട് മാറും. അതാണ് പ്രശ്നം പറ്റുന്നത്. അല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടേറെ പണം ഇത്തരത്തിൽ വേസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് സർക്കാർ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഉള്ള സർക്കാരുകൾ, അത് രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഈ ഒരു പ്രിവിലേജ് അനുഭവിച്ചവരും തന്നെയാണ്. ഇതുവരെ അവരവരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഒന്നൊന്നായി ഉണ്ടാക്കി. രമേശൻ സാർ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഇലക്ഷനിൽ നിന്ന് തോക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പിന്നെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന IAS IPS സ്ഥലങ്ങളിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ തന്നെ ഒരു ബോർഡ് ഉണ്ടാക്കി വെക്കും. എന്നറിയാമോ? എന്നിട്ട് മന്ത്രിയെടുത്ത് എന്ന് പറയും, സാർ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ ഇപ്പോൾ ഒരു IAS ഇല്ലെങ്കിൽ ഭരണം നടക്കില്ല, അപ്പോൾ ഒരു റിട്ടയർഡായ എന്നെ അങ്ങോട്ട് വെച്ചേക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇയാൾ റിട്ടയർ ചെയ്ത് സെൻഡ് ഓഫ് നടത്തി ദർബാർ ഹാളിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പേ അയാൾ പോയി മറ്റേ കസേറ്റിലാണ് ഇരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അതേ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും എല്ലാം ലാസ്റ്റ് പേ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതേ ആനുകൂല്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ എത്ര ചീഫ് സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? ചീഫ് സെക്രട്ടറിമാരായിട്ട്
കാരണം അവർക്ക് വില ചീഫ് സെക്രട്ടറിക്ക് ഇവിടെ വിലയുള്ളൂ. ബാക്കിയുള്ള റിട്ടയർഡിനെ എല്ലാം ചീഫ് സെക്രട്ടറിയാണ്. പക്ഷേ അവർക്ക് മാനം പോയാലും പണം കിട്ടണം എന്നുള്ളതാണ്. അതെ അതെ. വേറൊന്ന്, ഇതിപ്പോൾ സ്പോർട്സ് വകുപ്പ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ കീഴിൽ സ്പോർട്സ് വകുപ്പ് സെക്രട്ടറിയായി ഇപ്പോൾ എൻ പ്രശാന്ത് IAS വന്നു. ഇപ്പോൾ കുറേയേറെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഒരു അനക്കമുണ്ട് എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത, ഈ കെട്ടിക്കിടക്കുന്ന ജേഴ്സികൾ, സ്പോർട്സ് ഷൂകൾ, ഇതിനൊക്കെയുള്ള റണ്ണിങ് ഷൂസ്, ഇതെല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് കൊടുക്കാതെ കെട്ടിക്കിടക്കുകയാണ്. ഒട്ടേറെ ഉണ്ടത്. ഇതൊക്കെ കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തി കുട്ടികളിലേക്ക് എത്തിച്ചത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം എന്താണ് ഇവർ ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു ചോദ്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ വകുപ്പ് ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, അവരിതിന് ഉത്തരം പറയുമോ എന്നുള്ളതാണ്. അവിടെ സ്പോർട്സ് കൗൺസിലുണ്ട്, സ്പോർട്സ് വകുപ്പിന് കീഴിൽ സ്പോർട്സ് കൗൺസിലുണ്ട്, ഡയറക്ടറേറ്റ് ഉണ്ട്. എന്തിനാണ് ഇത്രയും സംഭവങ്ങൾ? ഒരൊറ്റ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് കേരള, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എന്തുകൊണ്ട് ഇവർക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇത് സ്പോർട്സ് മന്ത്രി തന്നെ ഒരാളെ നിയമിക്കുന്നതിനാണ്. അവിടെ മലപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ ഇലക്ഷന് തോറ്റ ഒരാളാണ്. ഇയാൾക്ക് ഒരു സീറ്റ് കൊടുക്കാനാണ്. അയാൾ ഈ സ്പോർട്സിന് വേണ്ടി അല്ല വരുന്നത്. നമ്മുടെ കുട്ടികൾ സ്പോർട്സിന് അവർക്കുള്ള താല്പര്യം കൊണ്ടാണ് ഈ മെസ്സിയുടെ പടം ഈ കേരളം മുഴുവൻ വെച്ചുകൊണ്ട് നടന്നത്. കാരണം ഇന്ത്യയിലെ ഒരു കളിക്കാരനെ അങ്ങനെ കിട്ടാനില്ല അവർക്ക്. പിന്നെ അവർക്ക് താതാത്മ്യം ചെയ്ത് വരാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലെ നമ്മുടെ പോലെയൊക്കെ ഇരിക്കുന്ന ഏതാണ്ട് രൂപ ആകൃതിയൊക്കെയുള്ള ഒരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്നാൽ അവരുടെ പടം വെച്ചേക്കാന്ന് പറഞ്ഞാണ് ഈ മെസ്സിയുടെ പടം വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് അതോറിറ്റിക്ക് എന്തുകൊണ്ട് LKG മുതൽ, ഇപ്പോൾ പല രാഷ്ട്രങ്ങളും ഒളിമ്പിക്സിനും വേൾഡ് കപ്പിനും ഒക്കെ വിടുന്നവരെ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ LKG മുതൽ സർക്കാർ തന്നെ ഏറ്റെടുക്കുകയാണ്. കാരണം അന്ന് മുതലേ ഭക്ഷണവും സൗകര്യവും അവർക്ക് വേണ്ട ഫെസിലിറ്റിയും കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ആ രീതിയിൽ കണ്ടെത്തി കൊണ്ടുവന്നാലേ ലോകോത്തരമായ ഒരു താരമായി, സ്പോർട്സ് താരമായി അവർക്ക് വളരാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത എത്രയോ വകുപ്പുകളുണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം എക്സൈസ് വകുപ്പാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സൈസ് വകുപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഓഫീസുകളില്ല, സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല. ഇതൊക്കെ വലിയൊരു പോരായ്മകളായി പല എക്സൈസിലെ ജീവനക്കാരും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതിന് മാറ്റം വരുത്തുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു പറഞ്ഞു. അതിനാണ് ഇപ്പോൾ VD സതീശൻ പറഞ്ഞ ഒരു പദ്ധതി, ഏകോപനം. ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിക്കുക, സെക്രട്ടറിമാരെ ഏകോപിച്ച് ഒന്നിച്ച് മീറ്റിംഗ് കൂടുക. ഇതൊക്കെ തന്നാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, ഇതെല്ലാം ഒരു ചലച്ചിത്ര മേള സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഒരു ബോഡി? ഇപ്പോൾ സാക്ഷരതാ മിഷൻ ഇപ്പോഴും നിൽക്കുന്നു. സാക്ഷരതയൊക്കെ നമ്മൾ എപ്പോഴേ കൈവരിച്ചു കഴിഞ്ഞു. ഇനിയും മിഷൻ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയുള്ളവരെ ഈ സാക്ഷരരായവർ തന്നെ അച്ഛനും അമ്മയും പഠിപ്പിച്ച് വിടാന്നുള്ളതിൽ അങ്ങനെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സാക്ഷരതാ മിഷൻ കാരണമൊന്നും ഇപ്പോൾ വലിയ അത്ഭുതമൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വെറും പ്രഹസനങ്ങളും ചെലവ് ഉണ്ടാക്കുന്ന പരിപാടികളും മാത്രമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ തീരുമാനം നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു റവല്യൂഷണറി തീരുമാനമായിരിക്കും VD സതീശൻ ചെയ്യുന്നത്, അല്ലേ, ഈ സർക്കാർ ചെയ്യുന്നത്? അതായത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, അന്ന് ചിലർ എന്നോട് എതിർത്തു. C. അച്യുതമേനോൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണകാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് വരാൻ സാധ്യതയുള്ളത് VD സതീശനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രീതികൾ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ പലരും അതിൻ്റെ അടിക്കുറിപ്പ് എഴുതിയ ഞാൻ കണ്ടു, ഇങ്ങനെ അടിച്ച് പൊക്കരുതേ VD സതീശനെ. ഞാനത് വളരെ ജഡ്ജ് ചെയ്താൽ പറഞ്ഞു. എൻ്റെ VIP വിസിറ്റുകളുടെ ലൈസൺ ഓഫീസറായിട്ട് 10-20 വർഷം വർക്ക് ചെയ്ത് ഞാൻ എല്ലാ VIPകളെയും കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ആ പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം കേരളം കണ്ടതിൽ മികച്ച ഒരു മുഖ്യമന്ത്രിയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാര്യം നടപ്പിലാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആദ്യം അസറ്റുകളെല്ലാം, അത് തന്നെ വലിയ കാര്യമാണ്. അസറ്റുകളെല്ലാം ഒന്നിച്ചു കൂട്ടുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കി അത് ഏകീകരിക്കും. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് നിയമങ്ങൾ, കാലഹരണപ്പെട്ട നിയമങ്ങളെല്ലാം മാറ്റും. അത് ഏറ്റവും വലിയ കാര്യമാണ്, പൊളിച്ചെഴുതും. മൂന്നാമത്തേത് ഇവയുടെ സുതാര്യതയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഒരു വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇത് എവിടെ പോയി നിന്നു എന്ന് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ കാട് കയറിയ പോലെയാണ്. കാട്ടിൽ കയറിയ ഇത്രയും വിഷമമില്ല. നിങ്ങളൊരു റവന്യൂ വകുപ്പിലൊക്കെ ഒന്ന് കയറി നോക്കും, നിങ്ങൾ കൊടുത്ത അപേക്ഷ എവിടെ ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ കാട്ടിൽ കയറിയ പോലെ കിടന്ന് അന്വേഷിക്കേണ്ട അവസ്ഥ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഏകോപനമാണ് ഏറ്റവും പ്രധാനം. താങ്കൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശത്തിനായിട്ട് അങ്ങോട്ട് വിട്ടിരിക്കുന്നു. കൃഷി വകുപ്പ് ഉടനെ നോക്കുമ്പോൾ പറഞ്ഞാൽ ഇതിൽ പരിസ്ഥിതിയും കൂടെ ഉണ്ട്, ഉടനെ പരിസ്ഥിതി വകുപ്പിന് വിട്ടിരിക്കുന്നു. പരിസ്ഥിതി വകുപ്പ് നോക്കുമ്പോൾ പറയും ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെയും കൂടെ ഇത് വേണം. ഇതിങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. നമ്മുടെ ഫയല് വെറും നിസ്സാര ഒരു കാര്യമാണ്. ആ വീടിനടുത്ത് ഒന്നുകിൽ ഒരു കിണർ കുഴിക്കണം, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു ഫെസിലിറ്റി ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തണം, ഒരു പശുത്തൊഴുത്ത് വെക്കണം എന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം.
അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം എന്നായിരിക്കും. ഇതിനു വേണ്ടി ഈ ഫയൽ എവിടെയെല്ലാം പോകുന്നറിയാമോ? അല്ലെങ്കിൽ ഒരു ചെറിയ കറക്റ്റ്. ഇൻഡസ്ട്രി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഫയലുകൾ പോയി ഇതിനൊരു ഏകോപനമില്ല. ഈ ഏകോപനം കൊണ്ടുവന്നാൽ തന്നെ ഒരു വലിയ വലിയ നൂലാമാലകൾ ഒഴിവാക്കുക. നൂലാമാലകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരിക്കും ഈ ശമ്പള പരിഷ്കരണം 5 വർഷത്തിലൊരിക്കൽ അല്ല 10 വർഷത്തിൽ ഒരിക്കൽ മതി എന്ന ഒരു കാര്യവും പരിഗണനയിലുണ്ട്. തീർച്ചയായിട്ടും അത് അതിനെക്കുറിച്ച് അല്ല, ഇത് നടപ്പിലാക്കി വരുമ്പോൾ തന്നെ ഒരു ശമ്പള പരിഷ്കരണം, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണത്തിന് ഒരു ഓർഡറായി, അതിൻ്റെ കമ്മീഷനായി, അതുകൊണ്ട് എല്ലാവരെയും ചർച്ച ചെയ്ത് റിപ്പോർട്ടും ഒക്കെ ആയി. അത് വരുമ്പോഴേക്കും ഈ 5 വർഷം കഴിയും. അടുത്ത 5 വർഷം ആകുമ്പോഴേക്കും ഇനി അത് വരുന്നത് അടുത്ത ഇലക്ഷന് പിന്നെ ഒരു സ്റ്റണ്ടായിട്ട് എല്ലാ ജീവനക്കാർക്കും ശമ്പളം 1000 മുതൽ 5000 വരെ വർധനവ്, അല്ലെങ്കിൽ 1000 മുതൽ 50,000 വരെ വർധനവ് എന്നും പറഞ്ഞുകൊണ്ടൊരു പത്രവാർത്തയും വരും. അതുപോലെ തന്നെ ഈ PSC അംഗങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങളും ശമ്പളവും എന്തിന് എന്നുള്ളതും ഒരു വലിയ ഒരു ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്ര പേരെ അവർ നിയമിക്കുന്നുണ്ട്? ഇവിടെ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് 16,000 17,000 പേരെയൊക്കെയാണ് ഇപ്പം നിയമിക്കുന്നത്. മാക്സിമം 30,000 പേര്. അതിനാണ് ഈ 21 പേര് ഇരിക്കുന്നത്. 1000 പേരെ ഒരു വർഷത്തേക്ക് എടുക്കുന്നതിന് അതിന് ഇവരുടെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇഷ്ടംപോലെ ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. ജില്ലാ ലെവലിലും PSCയുടെ ഹെഡ് ഓഫീസിലും ഒക്കെ ചെയ്യാനായിട്ട് ആളുണ്ട്. പിന്നെ ഇവരുടെ ആവശ്യമില്ല. ഇവർ ഇന്റർവ്യൂ വരുമ്പം അതിൽ മാർക്ക് വെട്ടി കുറയ്ക്കാനും മാർക്ക് വെട്ടി കൂട്ടാനുമാണ് ഇവർ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അർഹതയുള്ള ഉദ്യോഗാർത്ഥിയെ തട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ശരിയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞത് രൂപീകരിച്ചപ്പോൾ 500ഓളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാ വകുപ്പുകളുടെയും കോർഡിനേഷൻ അവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ 65 വകുപ്പുകളുണ്ടെങ്കിൽ ആ 65നും സെക്രട്ടേറിയറ്റിൽ ഒരു യൂണിറ്റ് വന്നു. അപ്പോൾ യൂണിറ്റ് വരുമ്പോൾ എന്താ വരുന്നത്? മിനിമം 3-4 ക്ലാർക്കുമാർ, ഒരു സെക്ഷൻ ഓഫീസർ, ഒരു അണ്ടർ സെക്രട്ടറി, അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് പദവികളങ്ങ് പോവുകയാണ്. ഇത് 3 തട്ടിൽ നിർത്തണമെന്ന് VS അച്യുതാനന്ദൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ഏറ്റവും കൂടുതൽ നിഷ്കർഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. ഒരു ഫയൽ 3 തട്ടിൽ കൂടുതൽ പോകരുത്. ഞാൻ പറഞ്ഞു ഇത്രയും തന്നെ പോയപ്പോൾ എത്രയായി? അതെ. അപ്പൊ ഒരു മിനിസ്ട്രി ആക്കണം. ഇത് സെക്രട്ടേറിയറ്റും വേറൊരു വകുപ്പിൽ ഇതുപോലൊരു സംവിധാനമുണ്ട്. അല്ല, ഈ പല ഇത്തരത്തിലുള്ള വകുപ്പുകളിൽ ഇരിക്കുന്ന കുറെ എണ്ണം മൂരാച്ചികളായിരിക്കും. ഇവരൊക്കെ ഈ ഫയലിന്റെ മുകളിൽ ഇപ്പോഴും ഫയലിന്റെ മുകളിൽ അടയിരിക്കുന്ന ഒട്ടേറെ മോശപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അത് വളരെ മോശമാണ്. കാരണം ഇത് പിണറായി അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞെങ്കിലും അതിന്റെ അതേ വകുപ്പിലും ഉണ്ട് ഇതേപോലെ. അതെ. പിന്നെ ക്ലർക്ക്, സൂപ്രണ്ട്, ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, സൂപ്രണ്ട്, അതിന്റെ മുകളിൽ ഉദ്യോഗസ്ഥൻ, അത് കഴിഞ്ഞ മുകളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഇത്രയും ഫയലുകൾ ഉണ്ടായാലേ അവിടെ പോകുള്ളൂ. അവിടെ തീരുമാനമാകാത്തതാണ് സെക്രട്ടറിയിലേക്ക് വിടുന്നത്. ഉടനെ അവിടെ ഇതേ ലാഡർ വെച്ചിരിക്കുകയാണ്. അവിടെ വരുമ്പോൾ അവർ വേറൊരു വകുപ്പിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ഇതേ ലാഡർ കയറി പോവുകയാണ്. ഇങ്ങനെ ഫയലുകൾ പലതായി പോകുന്നതല്ലാതെ എല്ലാ മുഖ്യമന്ത്രിമാരും EMS മുതൽ എനിക്ക് തോന്നുന്നത് VD സതീശൻ ഒഴിച്ച് ഇതുവരെ വന്ന എല്ലാ മുഖ്യമന്ത്രിമാരും സെക്രട്ടേറിയറ്റിൻ്റെ അപാകതയെക്കുറിച്ച് പരാതി പറയാതില്ല. സെക്രട്ടേറിയറ്റിനെ പ്രധാന വകുപ്പാക്കി നിർത്തിക്കൊണ്ട് ഈ എല്ലാ വകുപ്പുകളെയും അതുമായി ബന്ധിപ്പിച്ച് ഒറ്റ സ്ട്രീമിൽ കൊണ്ടുവരിക. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പോലെ മിനിസ്ട്രികളാക്കുക. അല്ല സാർ, ഈ ഓരോ വകുപ്പുകളിലേക്കും നമ്മളിപ്പോൾ പറഞ്ഞു ഒട്ടേറെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരു അപേക്ഷ, ഈ മനുഷ്യൻ അവൻ്റെ ആവശ്യവുമായി മുന്നോട്ട് വന്ന് സമർപ്പിക്കുന്ന അപേക്ഷകളാണ്. ഇത് വേഗത്തിൽ തീരുമാനിക്കേണ്ടതല്ലേ, തീർപ്പാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ സർക്കാർ വകുപ്പുകൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പല സർക്കാർ വകുപ്പുകളും വെട്ടിച്ചുരുക്കുന്നത് പോലെ സർക്കാരിൻ്റെ പല ഓഫീസുകളും വെട്ടിച്ചുരുക്കാൻ കഴിയുന്ന ഒരു സജഷൻ ഞാൻ പറയാം. ഇപ്പോൾ അക്ഷയ കേന്ദ്ര എല്ലാ വാർഡിലും ഉണ്ട്. ഒരു 5-6 അക്ഷയ കേന്ദ്രം കൂടെ ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് എവിടെ അപേക്ഷ കൊടുക്കണമെങ്കിലും അത് അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ട് കൊടുത്താൽ മതി. 5 രൂപ 10 രൂപ അവിടെ ഫീസ് വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ 25 രൂപ ഫീസ് വാങ്ങിച്ചോട്ടെ. പക്ഷേ നമ്മുടെ അപേക്ഷ കറക്റ്റായിട്ട് ആ ഓഫീസിലെത്തും. ആ ഓഫീസ് ഓൺലൈനായിട്ടാണ് പോകുന്നത്. ഓഫീസിലെത്തിയാൽ നമുക്ക് നാളെ ആ അക്ഷയ കേന്ദ്രത്തിൽ പോയി ചോദിച്ചാൽ മതി, എൻ്റെ ഫയൽ എവിടെ എത്തി കുഞ്ഞേന്ന് ചോദിച്ചാൽ ആ കുട്ടി നോക്കിയിട്ട് ഉടൻ തന്നെ മറുപടിയും പറയും. നമുക്ക് സർക്കാർ ഓഫീസിൽ പോയാൽ അവിടുത്തെ ആ ചാടിയരും ബഹളവും ഗെറ്റ് ഔട്ടും നോ അഡ്മിഷനും ഒന്നും പ്രശ്നമല്ല. അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ ഉടനെ അറിയാം, നിങ്ങളുടെ ഫയൽ ഇപ്പോൾ റവന്യൂവിൽ നിൽക്കുന്നു, അത് കളക്ടർക്ക് പോയി. ഇപ്പോൾ ഒട്ടുമിക്ക സംഭവങ്ങൾ അങ്ങനെയല്ലേ പോകുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ്, എന്നിട്ട് അതിന്റെ വേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് വിടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബിൽഡിംഗ് പെർമിഷനോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ അല്ലാതെ പോകുന്നത്. ഏതെങ്കിലും പുതിയ കണക്ഷൻ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് അടയ്ക്കാൻ. ഇതങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്യാന്നേ. ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രി, ഇപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാവരും തള്ളിക്കൂടുന്നത്? ഒരു താഴത്തെ ഓഫീസിൽ കാര്യം നടക്കാതെ വന്നിട്ടാണ് അവിടെ പോകുന്നത്. അല്ലെങ്കിൽ ചിലർ ഇത് പേടിച്ചിട്ട് നേരെ ചെന്ന് മുഖ്യമന്ത്രി കൊടുക്കാം, മുഖ്യമന്ത്രി ഉടനെ താഴത്തെ ഓഫീസിലേക്ക് എഴുതി വിടുന്നു. ഇത് അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി എടുത്ത്
ഒരു പെറ്റീഷൻ കറക്റ്റായിട്ട് അതാത് വകുപ്പിൽ കൊടുത്തിട്ട് അത് സമയത്തിന് നടന്നില്ലെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അപേക്ഷയുമായി പോകാവൂ എന്ന് പറഞ്ഞാൽ തന്നെ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് തള്ളു കുറയും, മന്ത്രിമാർക്ക് നേരെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് സുതാര്യതയായിട്ട് വരുത്തേണ്ടത്. എങ്കിൽ ഈ ചുറ്റിക്കളി പകുതി അവസാനിക്കും, സർക്കാരിൻ്റെ ചെലവ് പരമാവധി കുറയും, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദവുമാകും. ഈ ഒട്ടേറെ കുക്കുകൾക്ക് കൊടുക്കുന്ന ശമ്പളം, അവരുടെ ആനുകൂല്യങ്ങൾ, അത് വേറൊരു കാര്യം. അങ്ങനെ എന്തായാലും കേരളത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളാനകളുടെ ഭാരം നമുക്ക് താങ്ങാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ആപ്റ്റായ ഒരു തീരുമാനത്തിലേക്കാണ് വി.ഡി. സതീശൻ മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. അവർ അത് നടപ്പിലാക്കിയാൽ, അത് എത്രയും വേഗം നടപ്പിലാക്കിയാൽ അത്രയും നല്ലത്. ഒപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കമ്മീഷനുകളെയും ബോർഡുകളെയും ഒക്കെ തന്നെ എടുത്ത് ദൂരെ എറിയുക. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് എത്രയും വേഗത്തിൽ എങ്ങനെ സേവനം നൽകാൻ സാധിക്കും, ആ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊണ്ടുവരിക. അങ്ങ് പറഞ്ഞതുപോലെ ഒരു വകുപ്പ് മിനിസ്ട്രിയുടെ കീഴിൽ മാത്രമായി കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും പ്രവർത്തിക്കട്ടെ. അനാവശ്യമായിട്ടുള്ള ഓഫീസ് ചിലവുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. കോടികൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കോടികൾ അതിലൂടെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.